ഇവിടെ ഈ പാൽക്കാരനുണ്ടായ അനുഭവം നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ ഈ പാൽക്കാരൻ ഫോൺ സംസാരിച്ചുകൊണ്ടേ പാൽ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ പാൽക്കാരൻ അറിയാതെ ആ വീട്ടിലെ ഓണർ തൻ്റെ സ്വർണ്ണമാല ഊരി ആ പാൽക്കാരൻ്റെ പാത്രത്തിൽ അയാൾ കാണാതെ ഇടുന്നു. ആ പാൽക്കാരനും പാൽ ഒഴിച്ചിട്ട് കണക്കൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അവിടെ നിന്നും സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ പാത്രത്തിന് വല്ലാത്ത കുലുക്കം. നോക്കുമ്പോൾ തന്നെ ചെയിൻ. ഈ ചെയിൻ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ വന്നതെന്ന് ചിന്തിക്കുന്നു. ശേഷം അയാളുടെ കഴുത്തിൽ അതിടുന്നു. അപ്പോഴാണ് ആ മാലയിട്ട് അയാളുടെ ഭാര്യ സ്റ്റെപ്പിൽ നിന്നും കയറി വന്നത്. ഇതാണ് 2 ദിവസമായിട്ട് വരാഞ്ഞത്. പാലില്ലാതെ ഞങ്ങൾ കടയിൽ നിന്ന് കവർ പാൽ മേടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പാൽക്കാരൻ പറഞ്ഞിരുന്നു, ഇനി മുടങ്ങാതെ ഞാൻ എന്നും പാൽ കൊണ്ടുതരാം മേഡം എന്ന്. അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ ആ ചെയിൻ പെടുന്നത്. അങ്ങനെ അയാളോട് ചോദിക്കുന്നു, ഈ ചെയിൻ എവിടുന്നാണ്? ഇതെൻ്റെ ഭർത്താവിൻ്റെ ചെയിനാണ്, നിനക്ക് എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, മേഡം ഇല്ല മേഡം, എൻ്റെ ചെയിനാണിത് എന്ന് പറയുന്നു. അങ്ങനെ അയാളെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് പറയുന്നു, ഇത് നമ്മളുടെ ചെയിനല്ലേ, നിങ്ങൾക്ക് അറിയില്ലേ, ഇത് നമ്മുടെ അല്ലേ എന്ന് പറയുന്നു. അപ്പോൾ അയാൾ പറയുന്നു, ഇല്ല ഇത് നമ്മുടെ അല്ല, ഇത് അയാളുടെയാണ്. അപ്പോൾ ആ പാൽക്കാരൻ പറയുന്നു, ഇല്ല മേഡം, ഇത് എൻ്റെയാണ്, എനിക്ക് ഈ പാത്രത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അയാളുടെ ഭാര്യ പറയുന്നു, മര്യാദയ്ക്ക് എൻ്റെ ചെയിൻ തന്നോ, ഞാനല്ലെങ്കിൽ ഇപ്പോൾ പോലീസിനെ വിളിക്കും, അപ്പോൾ അറിയാലോ ഇത് ആരുടെ ചെയിനാന്ന്. അപ്പോൾ തന്നെ അയാൾ പറയുന്നു, പോലീസിനെ ഒന്നും വിളിക്കേണ്ട മേഡം, ഞാൻ ഇത് ഊരി തന്നേക്കാം എന്ന് പറയുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഭർത്താവ് പറയുന്നു, ചെയിനൊന്നും ഊരണ്ട, ആ ചെയിൻ എൻ്റെയല്ല, എൻ്റെ ചെയിൻ അകത്തുണ്ട്. എന്നിട്ട് ഭാര്യയോട് പറയുന്നു, നീ കയറി അകത്ത് പോയിക്കേ, നമ്മുടെ ചെയിൻ അകത്ത് ഉണ്ട് എന്ന് പറയുന്നു. ശേഷമാണ് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ശേഷം അയാളുടെ ഭാര്യ ചോദിക്കുന്നു, നമ്മുടെ ചെയിനാന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് ആ ചെയിൻ കൊടുത്തുവിട്ടത്? അപ്പോഴാണ് അയാൾ പറയുന്നത്, ആ പാൽക്കാരൻ ഫോൺ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ആ പാൽക്കാരൻ ഇപ്പോൾ ഒരുപാട് കഷ്ടത്തിലാണ്. അയാളുടെ ഭാര്യ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ടാണ് 2 ദിവസം നമുക്ക് പാൽ കൊണ്ടുവരാഞ്ഞത്. പാൽക്കാരന് ഹോസ്പിറ്റലിൽ നിന്നും കോൾ വന്നിരുന്നു, നിങ്ങളുടെ ഭാര്യയുടെ നില ഇപ്പോൾ വളരെ മോശമാണ്, ഇത്രയും വേഗം ഓപ്പറേഷൻ നടത്തിയേ പറ്റൂ. അങ്ങനെ ഡോക്ടർ അയാളോട് പറയുന്നു. അത് ഞാൻ കേട്ടു. നമ്മളിപ്പോൾ നല്ലപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ പാൽക്കാരനെ സഹായിച്ചത് കൊണ്ടൊന്നും തെറ്റില്ല. ഇപ്പോൾ ഈ പാൽക്കാരനെ നമ്മൾ സഹായിച്ചാൽ ദൈവം നമ്മളെ എപ്പോഴും സഹായിക്കും. അങ്ങനെ ഭാര്യയോട് പറയുന്നു. ഭാര്യ അപ്പോൾ പറയുന്നു, നിങ്ങൾ സഹായിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നോട് പറയാമായിരുന്നു, ഞാനോട് അറിയാമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അയാൾ പറയുന്നു, ഒരു കൈ കൊണ്ട് ചെയ്യുന്ന സഹായം മറ്റേ കൈ പോലും അറിയരുതെന്നാണല്ലോ പറയുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേ എന്ന് പറയുന്നു. ആരാന്ന് പോലും അറിയാതെ ആ പാൽക്കാരന് ഇയാൾ വലിയൊരു ഉപകാരം ചെയ്തിരിക്കുന്നു. ഇയാളുടെ ഈ ഒരു നല്ല മനസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സൂപ്പർ എന്ന് കമൻറ്റ് ചെയ്തേക്കണേ.